മെസ്സി ആദ്യമായാണ് ഇംഗ്ലണ്ടിനെ നേരിടുന്നത്. സെമി ഫൈനലിന് മുമ്പ് ലോകമെമ്പാടും ഏറ്റവും അധികം കേട്ട വാചകം അതായിരുന്നു. എന്നാൽ ആ ആവേശത്തിനിടയിൽ പലരും മറന്നുപോയ ഒരു സത്യമുണ്ട്. ഇംഗ്ലണ്ടും ആദ്യമായാണ് ലയണൽ മെസ്സിയെ നേരിടുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മഹത്തായ താരങ്ങളിൽ ഒരാളായ മെസ്സിക്കെതിരെ ഇംഗ്ലണ്ട് ഇതുവരെ ഒരു മത്സരവും കളിച്ചിരുന്നില്ല. ഒടുവിൽ ആ ചരിത്ര നിമിഷം എത്തിയപ്പോൾ വിജയഗാഥ എഴുതിയത് മെസ്സിയും അർജന്റീനയും തന്നെയായിരുന്നു. ഫുട്ബോൾ ലോകത്തെ വീണ്ടും നീലയും വെള്ളയും നിറങ്ങളാൽ മൂടിക്കൊണ്ട് അർജന്റീന ലോകകപ്പ് ഫൈനലിലേക്ക് കുതിച്ചിരിക്കുകയാണ്. ഇതൊരു ഫൈനൽ പ്രവേശനം മാത്രമല്ല, വർഷങ്ങളായി ഉയർന്ന വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും മൈതാനത്ത് നൽകിയ ഏറ്റവും ശക്തമായ മറുപടിയാണ്. കിരീടങ്ങൾ നേടുന്നത് സംസാരിക്കുന്നവരല്ല, പോരാടുന്നവരാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് സ്കലോണിയുടെ പോരാളികൾ. അർജന്റീന ജയിക്കുമ്പോഴെല്ലാം ഒരേ ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. ഭാഗ്യം തുണച്ചു, റഫറിയുടെ സഹായം കിട്ടി, എളുപ്പവഴിയിലൂടെയാണ് ഫൈനലിലെത്തിയത്. എന്നാൽ 90 മിനിറ്റ് മൈതാനത്ത് നടന്ന പോരാട്ടം കണ്ടവർക്ക് സത്യം വ്യക്തമാണ്. ഈ ടീമിന്റെ വിജയത്തിന് പിന്നിൽ ഭാഗ്യമല്ല, ഓരോ നിമിഷവും ഒഴുക്കിയ വിയർപ്പും ഓരോ മത്സരത്തിലും കാട്ടിയ പോരാട്ട വീര്യവുമാണ്. ഈ ലോകകപ്പിൽ എളുപ്പമുള്ള എതിരാളികളെയല്ല അർജന്റീന നേരിട്ടത്. ഓരോ റൗണ്ടും ഓരോ ഫൈനൽ പോലെ തന്നെയായിരുന്നു. എതിരാളികൾ പ്രതിരോധത്തിന്റെ മതിൽ തീർത്തപ്പോഴും സമ്മർദ്ദം പരമാവധി ഉയർന്നപ്പോഴും ഒരിക്കലും തലകുനിക്കാത്ത മനസ്സോടെയാണ് മെസ്സിപ്പട മുന്നേറിയത്. അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ പോരാടുക എന്നതാണ് ഈ ടീമിന്റെ അടയാളം. ലയണൽ മെസ്സി പ്രായമൊരു സംഖ്യ മാത്രമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന അത്ഭുതം. ഓരോ പാസിലും ഓരോ മുന്നേറ്റത്തിലും ഓരോ നിർണായക നിമിഷത്തിലും അദ്ദേഹത്തിന്റെ ക്ലാസ് ലോകം വീണ്ടും കണ്ടു. ഗോൾ അടിച്ചും ഗോൾ അടുപ്പിച്ചും കളിയുടെ റിതം നിയന്ത്രിച്ചും മെസ്സി വീണ്ടും തെളിയിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹം ഫുട്ബോളിന്റെ മാന്ത്രികനെന്ന്. എന്നാൽ ഇത് മെസ്സിയുടെ മാത്രം വിജയമല്ല. എമിലിയാനോ മാർട്ടിനസ് എന്ന കാവൽ പോരാളിയുടെ അസാധ്യ സേവുകളും പ്രതിരോധ നിരയുടെ ഉറച്ച മതിലും മധ്യനിരയുടെ അക്ഷീണ പ്രയത്നവും ചേർന്നാണ് അർജന്റീന എന്ന ടീം ഇത്ര ശക്തമായത്. ഇവിടെ ഓരോ താരവും ഓരോ പോരാളിയാണ്. ഖത്തർ ലോകകപ്പിൽ സൗദി അറേബ്യയോട് തോറ്റപ്പോൾ അർജന്റീനയെ പലരും എഴുതി തള്ളിയിരുന്നു. എന്നാൽ അതേ ടീം പിന്നീട് ലോകകപ്പ് ഉയർത്തി. ഇപ്പോൾ ഈ ലോകകപ്പിലും അവർ വീണ്ടും തെളിയിക്കുന്നത് ഒന്നാണ്: അർജന്റീനയെ അവസാന വിസിലിന് മുമ്പ് ഒരിക്കലും എഴുതി തള്ളരുത്. ഇനിയും ബാക്കിയൊരു മത്സരം മാത്രം, ലക്ഷ്യം ഒന്നു മാത്രം: ലോകകപ്പ് കിരീടം. വിമർശനങ്ങൾ വീണ്ടും ഉയർന്നേക്കാം, പക്ഷെ ചരിത്രം ഒരിക്കലും വിമർശകരെ ഓർക്കില്ല. ചരിത്രം ഓർക്കുക പോരാടിയവരെയും ജയിച്ചവരെയും മാത്രമാണ്. മെസ്സിയും അർജന്റീനയും ആ ചരിത്രത്തിൽ വീണ്ടും തങ്ങളുടെ പേര് സ്വർണ്ണ ലിപികളിൽ എഴുതാൻ ഇനി ഒരു ചുവടുകൂടി മാത്രം ബാക്കി.